രാജ്യത്തെ നീതിന്യായ സംവിധാനം ഹിന്ദുത്വ അജണ്ടകൾക്കൊപ്പിച്ച് പ്രവർത്തിക്കുന്നുവോ എന്ന സംശയം ദീർഘകാലമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞൊരു 10 കൊല്ലത്തിനിടെ പലവട്ടം പല കാര്യങ്ങളാൽ ഈ സംശയം ഉന്നയിക്കപ്പെട്ടിരുന്നു. ചില കോടതി വിധികൾ ഈ സംശയങ്ങൾ ജനിപ്പിച്ചിരുന്നു, ഈ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. അങ്ങനെ പലതുണ്ടായിരുന്നു. ചില ജഡ്ജിമാർ പൊതുചടങ്ങുകളിൽ നടത്തുന്ന പരാമർശങ്ങളും ഇത്തരം സംശയങ്ങൾ ഉയർത്തിയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പുതിയ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നു. 2 ജസ്റ്റിസുമാർ, ജസ്റ്റിസ് ദിനേശ് പഥക്, ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ്, ഇവർ 2 പേരാണ് അലഹബാദ് ഹൈക്കോടതി വളപ്പിനുള്ളിലുള്ള കെട്ടിടത്തിൽ വിശ്വഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ആദ്യത്തെ ചോദ്യം, എങ്ങനെയാണ് കോടതി വളപ്പിനുള്ളിൽ വിശ്വഹിന്ദു പരിഷത്ത് പോലെയുള്ള സംഘടനയ്ക്ക് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ അനുവാദം ലഭിക്കുക എന്നുള്ളതാണ്. ഇനി അനുവാദം ലഭിച്ചാൽ തന്നെ എങ്ങനെയാണ് ജഡ്ജിമാർ ഇതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഇതിൽ പങ്കെടുത്ത 2ാമത്തെ ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗവും വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഹിന്ദുത്വ ശക്തികളുടെ അജണ്ട എന്താണോ അത് കൃത്യമായി പ്രതിധ്വനിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ടായത്. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കേണ്ടതിനെക്കുറിച്ച് രാജ്യം ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ചാണ് ഭരിക്കേണ്ടത് എന്ന അഭിപ്രായം അദ്ദേഹം പങ്കുവയ്ക്കുന്നു. നിയമങ്ങൾ പാസ്സാക്കുന്നത് ഭൂരിപക്ഷത്തിൻ്റെ ഹിതമനുസരിച്ചാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇത് ഹിന്ദുസ്ഥാനാണ് എന്ന് പറയുന്നു. മുസ്ലിങ്ങളെ പേരെടുത്ത് പരാമർശിച്ച് തന്നെ അദ്ദേഹം വിമർശിക്കുന്നു. അവർക്ക് 4 വിവാഹം കഴിക്കാൻ അവകാശമുണ്ട് എന്ന് ധരിച്ചു വശായ കൂട്ടരാണ് ഇവർ ഈ രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക് എതിരാണ് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തുന്നു. എങ്ങനെയാണ് ഒരു ജുഡീഷ്യൽ സംവിധാനത്തിൽ ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടാകുന്നത്? ഇത്തരം ആളുകളെ എങ്ങനെയാണ് ഒരു സെക്കുലർ ജുഡീഷ്യൽ സംവിധാനം നിലനിർത്തി കൊണ്ടുപോകുക? ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് നമുക്കിപ്പോൾ ഉള്ളത് ദാമോദർ പ്രസാദാണ്. നമ്മൾ നേരത്തെ സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അദ്ദേഹത്തിൻ്റെ വിധിന്യായങ്ങളെക്കുറിച്ചും അദ്ദേഹം ഒരു ഗണപതി പൂജാ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചതിനെക്കുറിച്ചും അതിൻ്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. ഇത് കീഴ്ക്കോടതികൾക്ക് നൽകാനിടയുള്ളൊരു സന്ദേശത്തെക്കുറിച്ചാണ് ദാമോദർ പ്രസാദ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. മുമ്പ് തന്നെ ഉള്ള ഈ പ്രവണത, അതായത് ഒരു ഹിന്ദുത്വ അജണ്ടയോടുള്ള ആഭിമുഖ്യം, അത് കുറേ കൂടെ പരസ്യമായി പ്രകടിപ്പിക്കാൻ ഒരു പക്ഷേ ഇതൊക്കെ ഈ താഴെത്തട്ടുള്ള ജഡ്ജിമാർക്ക് കുറേ കൂടെ ധൈര്യം നൽകുന്നുണ്ടാവും അല്ലേ? ഈ പ്രവണത കുറച്ചു കാലമായിട്ട് കണ്ടുവരുന്നതാണ്. അതായത് അത് ഏറ്റവും ഉന്നത നീതിപീഠമാണെങ്കിലും ഹൈക്കോടതികളിലൊക്കെ തന്നെ പല ജഡ്ജിമാരും ഈ ഒരു ഹിന്ദുത്വം എന്ന് പറയുന്നതാണെങ്കിൽ ആ ഒരു ഇന്ന് നിലനിൽക്കുന്ന BJPയുടെ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ RSൻ്റെ രാഷ്ട്രീയത്തിന് ഒരു അനുഗുണമാകുന്ന രീതിയിൽ അതിൻ്റെ ഒരു സന്ദേശം ധ്വനിപ്പിക്കുന്ന വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ബെഞ്ചിലിരുന്നും അല്ലെങ്കിൽ സ്വകാര്യ അഭിപ്രായങ്ങൾ സ്വകാര്യ അവരുടെ സംഭാഷണങ്ങളും അല്ലെങ്കിൽ ഇതുപോലെ പൊതുവേദികളുടെ സംഭാഷണങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ കുറച്ച് കാലം ശ്രദ്ധിക്കേണ്ട വിമർശനത്തിന് വിധേയമായിട്ടുള്ളതാണ്. ഈ ശേഖർ കുമാർ യാദവിന് വളരെ മുമ്പ് തന്നെ മദ്രാസിലെ ഒരു ഹൈക്കോടതി ജഡ്ജിയും ഭൂരിപക്ഷം തീരുമാനങ്ങളാണ് പ്രധാനം എന്നുള്ള നിരീക്ഷണം നടത്തുന്നത്. അത് ബെഞ്ചിലിരുന്ന് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെ തന്നെ വളരെ രീതിയിൽ പബ്ലിക് ഡിസ്പ്ലേയും നമുക്ക് കാണാൻ പറ്റും. വളരെ എന്താ പറയുക, ജഡ്ജി വളരെ മുമ്പുള്ള കാര്യം തന്നെയാണ്, പുതിയ കാര്യമല്ല. ഭസ്മക്കുറിയൊക്കെ ഇട്ടിട്ടാണ്. പിന്നെ ഒരു പാരമ്പര്യത്തിൻ്റെ രീതിയാണെങ്കിൽ നമുക്കത് അങ്ങനെ കാലങ്ങളായിട്ട് ഒരു പബ്ലിക് എസ്തെറ്റിക്കിൽ അവർ കാണാൻ പറ്റും. അത് കുറച്ച് കാലങ്ങളായിട്ടുള്ള രീതിയാണ്. പക്ഷേ അതിനെ കുറ്റപ്പെടുത്തുന്ന കാര്യം അതൊരു ഇന്ത്യ പോലെ രാജ്യത്തൊക്കെ സാധ്യതകളാണ്. പക്ഷേ ഇവിടെ ആ നിലയിലല്ല നിൽക്കുന്ന കാര്യം. ഇപ്പോൾ ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിൻ്റെ പ്രസ്താവന ഹിന്ദുവിൽ വായിച്ച റിപ്പോർട്ട്, അതിൻ്റെ അസേർഷൻ ഭയങ്കരമായിട്ടുണ്ട്. ഇങ്ങനെയാണ് അത് പറയുന്നത്. ആ റിപ്പോർട്ട് പറഞ്ഞത്, I will not hesitate to say that this is India and the majority's wishes will be the governing factor. അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ അതിൽ വലിയ അസർട്ടീവായ സാധനമുണ്ട്. ഇത് ഇന്ത്യയാണ്. ഇവിടെ ഇന്ത്യയിൽ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം നടപ്പാക്കുള്ളൂ എന്ന് പറയുന്നത് ഭൂരിപക്ഷം, അതിൽ കൃത്യമായിട്ട് ഭൂരിപക്ഷം ആരാണെന്നും പറയുന്നുണ്ട്. ഭൂരിപക്ഷം ഹിന്ദു ആണെന്ന് പറയുന്നുണ്ട്. ഇത് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചുള്ള പ്രശ്നം കൂടി സന്ദേശം കൂടി ഒരു ആശങ്കയും സന്ദേഹവും ഉന്നയിക്കുന്നുണ്ട്. യൂണിഫോം സിവിൽ കോഡ് സെക്കുലർ ഒരു അജണ്ടയായിട്ടാണ് പലപ്പോഴും BJP തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. എല്ലാവർക്കും മറ്റേ ക്രിമിനൽ കോഡ് പോലെ തന്നെ സിവിൽ കോഡും സെക്കുലർ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞത്. പക്ഷേ ഇതിലങ്ങനത്തെ ഒരു വലിയ ധ്വനി BJPക്കെതിരെയും കൂടിയുണ്ട്. BJPയുടെ വാദത്തിനെ പൊളിക്കുന്ന, അതിൽ BJPയുടെ ഏതാണ് BJPയോ അല്ലെങ്കിൽ RS ഒളിപ്പിച്ചു വയ്ക്കുന്ന കാര്യം ഈ ജഡ്ജി പുറത്തു കൊണ്ടിരുന്നുണ്ട്. കാര്യം യൂണിഫോം സിവിൽ കോഡ് ഉള്ളടക്കത്തിൽ ഹിന്ദു സിവിൽ കോഡാണ്.
അതും കൂടി ഇതിൻ്റെ അകത്ത് വായിക്കാൻ പറ്റും. കാര്യം ഒരു മെജോറിറ്റിയുടെ അഭിപ്രായമാണ് സിവിൽ കോഡായി വരുന്നത്, ഒരു ധ്വനിയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് വായിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത്രയും ഒരു അപകടകരമായിട്ടുള്ള സ്റ്റാൻഡ് അകത്തുണ്ട്. ഈ പ്രവണത കുറച്ച് കാലത്തുണ്ടെന്ന് പറയുന്ന കാര്യം നമുക്ക് തന്നെ മോഹൻ ഗോപാലിനെ പോലെ വളരെ പ്രസിദ്ധനായ ജൂറിസ്റ്റ് പ്രകടിപ്പിച്ചിട്ടുണ്ട്, തിയോക്രാറ്റിക് ജഡ്ജസ് എന്ന് പറഞ്ഞിട്ട്. കാര്യം തിയോക്രാറ്റിക് ആയിട്ടുള്ള റിലീജിയസ് സോഴ്സ് രാജ്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഹിസ്റ്ററിയിൽ നമ്മളെപ്പോഴും ഈ നാസായിട്ട് നമ്മൾ സാദൃശ്യപ്പെടുത്താറുണ്ട്. ഇതിൽ നമ്മൾ നോക്കുന്ന കാര്യം ഈ വൈമാർ റിപ്പബ്ലിക്കിൻ്റെ കാലത്ത്, അതായത് തേർഡ് റീക്ക്, ഈ ഹിറ്റ്ലറുടെ തേർഡ് റീക്ക് വരുന്നതിന് ആ തേർഡ് റീക്ക് വന്ന സമയത്ത് ഈ ന്യൂറംബർഗ് നിയമങ്ങൾ പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ല, വന്നിട്ടേ ഉള്ളൂ. ഈ വിവാഹം സംബന്ധിച്ച് യഹൂദരായി ബന്ധപ്പെട്ട് വിവാഹത്തെ സംബന്ധിച്ചുള്ളൊക്കെ ന്യൂറംബർഗ്. പക്ഷേ ഈ വൈമാർ റിപ്പബ്ലിക്കിൻ്റെ നിയമങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലെന്താ സംഭവിച്ചാൽ ഈ വളരെ കുപ്രസിദ്ധമായ ജഡ്ജിമെൻ്റുകളുണ്ടായിട്ടുണ്ട്. ഈ ന്യൂറംബർഗ് നിയമത്തിന് പ്രചോദനമാകുന്ന വിധത്തിൽ ജഡ്ജിമാർ അവിടെ ഇരുന്നുകൊണ്ട് വളരെ കുപ്രസിദ്ധമായ കാര്യം അപ്പോഴേക്കും എന്താണ് ജർമ്മൻ നാഷണലിസ്റ്റിൻ്റെ പേരിൽ ആര്യൻ എന്നുള്ള സംഭവം പറഞ്ഞതിന് ജർമ്മൻ നാഷണലിസ്റ്റിൻ്റെ പേരിൽ ഈ മൈനോറിറ്റീസിനെതിരെയുള്ള ചില വാദങ്ങൾ, സംശയം ജനിപ്പിക്കുന്ന വിധികൾ, അതുപോലെ തൊഴിലാളികളെക്കുറിച്ചുള്ള കമ്മ്യൂണിസ്റ്റുകളുടെ സംശയത്തിൽ പ്രകടിപ്പിക്കുന്ന വിധികളൊക്കെ വെയ്മാർ റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായിട്ട് തന്നെ, അതായത് ന്യൂറംബർഗ് നിയമങ്ങളെ പ്രചോദിപ്പിക്കുന്ന, അതിന് ന്യൂറംബർഗ് നിയമങ്ങൾ ആവിർഭവിക്കാനുള്ള കാരണങ്ങൾ നൽകുന്ന വിധത്തിൽ ജഡ്ജിമാരെ തന്നെ അത് വലിയ പഠനത്തിന് വിധേയമായിട്ടുള്ള വൈമാർ റിപ്പബ്ലിക് ആണെങ്കിൽ സെക്യുലർ സ്വഭാവമുള്ള സാധനമായിരുന്നു. കാര്യം സെക്യുലർ നിയമങ്ങളെ ഇതിൻ്റെ അകത്തിന് ആ സെക്യുലർ നിയമങ്ങൾ നിലനിൽക്കെ തന്നെയാണ് ജഡ്ജിമാർ ആ നിയമങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രസ്താവന നടത്തുക. അത് നമ്മളിന്ന് കണ്ടുവരുന്ന പ്രവണതയാണ്. നമ്മുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെയും ഒരു തേർവാഴ്ച നടക്കുന്നുണ്ട്. ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലൂടെയും ഇത്തരത്തിലൊരു ഇൻസെക്യൂരിറ്റി വാസിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഏറ്റവും അപകടം അതാണ്. ഈ പ്രത്യേകിച്ച് നമ്മൾക്ക് അടുത്ത കാലത്ത് ഈ സംഭാലിലെ സംഭവം, അതിനു മുമ്പ് ഗ്യാൻവാബി പള്ളിക്കകത്തുള്ള നമ്മുടെ ഖനനം ചെയ്യാനുള്ള സർവേ നടത്താനുള്ള അനുമതി കൊടുത്തതിനൊക്കെ ബന്ധപ്പെട്ട് ഒരു വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ ന്യൂനപക്ഷ സമൂഹത്തിന്, മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന വിധത്തിൽ ഒരു സംഗതി. കാര്യം അവർക്ക് ആശ്രയിക്കാവുന്ന എല്ലാവർക്കും ആശ്രയിക്കാവുന്ന ഒരു സ്വതന്ത്ര സ്ഥലം നിലയ്ക്കാണ് നമ്മൾ ജുഡീഷ്യറി കാണുന്നത്. ആ ജുഡീഷ്യൽ ഇത്തരം ഒരു നീക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ അരക്ഷിതാവസ്ഥയിൽ, അല്ലെങ്കിൽ തന്നെ ഒരു അരക്ഷിതാവസ്ഥ നിലയ്ക്ക് നമുക്ക് പല രീതിയിൽ നിൽക്കുന്നുണ്ട്. കാര്യം എല്ലാ സംവിധാനങ്ങളുടെയും ഒരു മെജോറിറ്റേറിയൻ തീർവാഴ്ച നടക്കുമ്പോൾ അതിന് മാറി നിൽക്കുന്ന ഒരു സ്വതന്ത്ര പ്രസ്ഥാനത്തിലേക്കാണ് എല്ലാവരും ജുഡീഷ്യറി ആശ്രയിക്കുന്നത്. പക്ഷേ അവിടെ ഇങ്ങനെ തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ വളരെ ഉന്നതി. കാര്യം ഈ ജഡ്ജി തന്നെ എല്ലാവരും രാജ്യമൊക്കെ വായിച്ചാണ് മുമ്പ് ഇതുപോലെ അസംബന്ധ പ്രസ്ഥാനം നടത്തിയിട്ടുണ്ട്, വളരെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള പ്രസ്ഥാനം നടത്തിയിട്ടുണ്ട്, ഒരു ആവശ്യമില്ലാതെ. അതൊക്കെ തിയോക്രാറ്റിക് സ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ നടത്തിയ സോഴ്സ്. അത് അദ്ദേഹം നടത്തിയ പ്രസ്താവന, അസംബന്ധ പ്രസ്താവന എന്ന് നമ്മൾ പറയുമ്പോൾ പശു ഓക്സിജൻ ശ്വസിക്കുകയും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു എന്നുള്ള പ്രസ്താവന നടത്തിയത് ഈ ജഡ്ജിയാണ്. പശുവിനെ മൗലികാവകാശങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിയമനിർമ്മാണം നടത്തണം എന്നാവശ്യപ്പെട്ടത് ഈ ജഡ്ജിയാണ്. അതുപോലെ ഈ എന്താ പറയുക, രാമായണം, മഹാഭാരതം, ഭഗവാൻ രാമൻ, ഭഗവാൻ കൃഷ്ണൻ, ഇവരെയൊക്കെ ആദരിക്കാൻ പാകത്തിന്, ദേശീയ ആരാധനാ പാത്രങ്ങളാക്കാൻ പാകത്തിന് നിയമനിർമ്മാണം നടത്തണം എന്നാവശ്യപ്പെട്ടത് ഈ ജഡ്ജിയാണ്. അങ്ങനെ പല കാര്യങ്ങളും ഇദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം എനിക്കുള്ള സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിക്ക്, വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിന്, അത് ഇന്ത്യയിലുള്ള സമൂഹവും ഇന്ത്യക്ക് പുറത്തുള്ള സമൂഹം ഉണ്ടല്ലോ, ഇവരുടെ യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്ത കാര്യങ്ങളൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഒരു ജുഡീഷ്യൽ സർവീസിൽ തുടരാൻ നമ്മളുടെ ഇത് അനുവദിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ സത്യം പറഞ്ഞു? വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ സുപ്രീം കോടതി കാര്യം പരിശോധിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതി പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ഇമ്മീഡിയറ്റ് ആക്ഷൻ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളായിരുന്നു. കാരണം ഇത് എന്താ പറയുക, ഒരു ട്രയൽ കോർട്ടിലോ ഒരു സബ് കോർട്ടിലോ ജഡ്ജി ചെയ്യുന്നത്, പക്ഷേ ഇത് അപ്പീൽ കോർട്ടിലോ ഹൈക്കോടതിയിലൊരു ജഡ്ജി കാര്യം നിർണായകമായ വിധികൾ വരുന്ന സ്ഥലത്താണ്. അവിടെ ഇരുന്നാണ് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസ്ഥാനം നടത്തുക, അതുപോലെ VHPയുടെ ഈ ഇവൻറ്റ് പോയി പങ്കെടുക്കുക മാത്രമല്ല, ഇതിൻ്റെ അകത്തും ഈ ഗോഹത്യയെ ബന്ധം സൂചിപ്പിക്കുന്ന പ്രസ്ഥാനം നടത്തിയിട്ടുണ്ട്. കാര്യം ഈ എന്താ പറയുക, ഈ മൃഗങ്ങളെ കൊല്ലുന്നു നോക്കി നിൽക്കുന്ന തരത്തിൽ. അപ്പോൾ ഈ ഡെമണൈസ് ചെയ്യാൻ, പൈശാചികവൽക്കരിക്കുന്ന പ്രവണത ഏറ്റവും ഉന്നത നീതിപീഠത്തിലിരിക്കുന്ന ആൾക്കാർ തന്നെ ചെയ്യുക. അതായത് സാധാരണ ഇവിടുത്തെ VHP പ്രവർത്തകരോ നേതാക്കളോ ഇവിടെ വർഗീയ വിദ്വേഷം വിളക്കിവിടാൻ നടത്തുന്ന പ്രസ്താവന, അതുപോലെ തന്നെ സമാന സ്വഭാവമുള്ള രീതിയിലുള്ള പ്രസ്താവന നടത്തുമ്പോൾ അത് സൃഷ്ടിക്കുന്ന വലിയ ആഘാതമുണ്ട്. ഇവരുടെ പാണ്ഡിത്യത്തെക്കുറിച്ചുള്ള കാര്യം ആദ്യമേ ആലോചിക്കേണ്ടതായിരുന്നു. കാര്യം ഒരു ജഡ്ജിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു റീസണബിൾ മാനാണ് ലീഗൽ ഫിക്ഷൻ്റെ അടിസ്ഥാനം തന്നെ. അപ്പോൾ ആ റീസണബിൾ ജഡ്ജി വേണമല്ലോ. അപ്പോൾ ആ റാഷണാലിറ്റി ഇല്ലാത്ത ഒരു ജഡ്ജി നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്, മറുഭാഗത്ത് ഈ ഇത്തരത്തിൽ സൃഷ്ടിക്കുന്ന ആഘാതം. പക്ഷേ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ ട്രെൻഡായി മാറുകയും ഇതിനിപ്പോൾ നമ്മളന്ന് ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ ഈ ഗണപതി ഉത്സവമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി കാര്യം വിമർശനം ഉന്നയിച്ചാലും
നമ്മുടെ പല നിരീക്ഷണം സാമാന്യവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പലതരത്തിൽ അത് സാധാരണഗതിയാണെന്ന് പറഞ്ഞാൽ അതൊക്കെ തോന്നുന്നു ഇതിനൊക്കെ തന്നെ ഈ പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുകയും ഇതിനൊക്കെ ഒരു എന്താ പറയുക നീതിവൽക്കരിക്കുകയും ചെയ്യുന്നൊരു സംവിധാനം നമ്മുടെ കേരളത്തിലും പല സ്ഥലങ്ങളും നടക്കുന്നുണ്ട് ഇതിനൊക്കെ ന്യായീകരണമായിട്ട് വരുന്നത്. വാസ്തവത്തിൽ ഇത് അടി തോണ്ടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ, നമ്മുടെ ഭരണഘടനയുടെ, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളുടെ, സെക്കുലർ വിശ്വാസ പ്രമാണങ്ങളുടെ, നീതിപീഠത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഇതിനൊക്കെ അടി തോണ്ടുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് വരുന്ന കാര്യം. ഈ നമ്മൾ അലഹാബാദിൽ തന്നെ എത്ര വിധികളുണ്ടായി, ഈ എത്ര വിധികളുണ്ടായി. ഞാൻ പറഞ്ഞ ജുഡീഷ്യറി പൂർണ്ണമായിട്ട് അങ്ങനെയല്ല കാര്യം. നമുക്ക് ഇതിലൊരു തമാശ എന്ന് വെച്ചപ്പോൾ സമ്പൽ ഒരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ സമ്പലിൽ സർവേ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി പോകുന്നു. ഹർജി കിട്ടിയ ഉടനെ ആർക്കും നോട്ടീസ് അയക്കാതെ സർവേക്ക് ഉത്തരവിടുന്നു, ഒരു കമ്മീഷൻ വയ്ക്കുന്നു, കമ്മീഷൻ 2 മണിക്കൂറിനുള്ളിൽ സർവേക്ക് പോകുന്നു. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മൾ. ഇതിൻ്റെ അപ്പീൽ പരിഗണിക്കാൻ പോകുന്ന ഈ അലഹബാദ് ഹൈക്കോടതിയാണ് എന്നുള്ളതാണ്. കാരണം വെച്ചാൽ സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ പറയാനുണ്ട്, പക്ഷേ ഇതിൻ്റെ രീതിക്കനുസരിച്ച് വേണമല്ലോ നിയമ നടപടിക്രമം എന്ന് പറഞ്ഞിട്ട് അലഹബാദ് ഹൈക്കോടതിക്ക് വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഹർജി പോകേണ്ട ഹൈക്കോടതിയാണ് അലഹബാദ് ഹൈക്കോടതി. അവിടുത്തെ 2 ജഡ്ജിമാരാണ്. അവിടുത്തെ ആ ഹൈക്കോടതിയുടെ വളപ്പിലാണ് VHP ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അവിടുത്തെ 2 ജഡ്ജിമാരാണ് അതിൽ പങ്കെടുക്കുന്നത്. അതിലൊരു ജഡ്ജിയാണ് ഈ പ്രസംഗം നടത്തുന്നത്. മറ്റേ ജഡ്ജിയുടെ പ്രസംഗം പുറത്തേക്ക് വന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഒരു പക്ഷേ അതിൽ അദ്ദേഹം ഇത്രയും എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് പുറത്തേക്ക് വരിക. അപ്പോൾ ഇനിയിപ്പോൾ ഈ അലഹാബാദ് ഹൈക്കോടതിയിൽ നിന്ന് സമ്പലിൻ്റെ കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്ന ജഡ്ജ്മെൻറ്റ് എന്തായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്താ പറയുക, ചില മുൻവിധികൾ ഒരു മുൻവിധി തന്നെയാണ് കാര്യം. നമ്മളെ ഇവിടെ ഇത് കേൾക്കുന്നവരും ഇതായി ബന്ധപ്പെട്ട് ഹർജി കൊടുത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രജുഡിസ്റ്റാണ് ജുഡീഷ്യറി തോന്നത്തക്ക വിധത്തിലാണ് ഈ പ്രസ്താവന. കാര്യം ഇതിനോട് ചേർന്ന് പോകുന്ന പ്രസ്താവനകളാണ്, മറ്റ് വ്യത്യസ്ത കാര്യങ്ങളല്ല. യൂണിഫോം സിവിൽ കോഡ് എന്തായിരിക്കണം എന്ന് വളരെ കൃത്യമായി നിർവചിക്കുന്നു. ഇത് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് പോകുന്ന രാജ്യമെന്നാണ് വളരെ അസർട്ടീവായിട്ട്, ദിസ് ഈസ് ഇന്ത്യ, ഭൂരിപക്ഷ അഭിപ്രായം എന്നൊക്കെ പറയുന്നതിൽ അസർട്ടീവായിട്ട് പറയുന്ന സമയത്ത് അത് സൃഷ്ടിക്കുന്ന പ്രശ്നം വലിയ ചില്ലറയല്ല. കാര്യം അവിടെ ഹർജിയായി പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്കും പ്രജുഡിസ്റ്റ് ആയിരിക്കും. കാര്യം അവരിങ്ങനെ വിധിയായിരിക്കും അവർ പ്രതീക്ഷിക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്ന സങ്കല്പം എല്ലാ നിലയ്ക്കും ഒത്തുതീർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ള ഒരു ആ തരത്തിൽ കോംപ്രമൈസ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തിരുത്തപ്പെടേണ്ട പല ഘട്ടങ്ങളുണ്ടായിരുന്നു മുമ്പ്. പല ഘട്ടങ്ങളും തിരുത്തപ്പെടും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ആ ഇൻഡിപെൻഡൻസ് കീപ്പ് ചെയ്യുക. ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ടും എല്ലാം ഒരു തരത്തിൽ പോയില്ല. കാര്യം അവസാനം ബുൾഡോസർ രാജിനെതിരെയുള്ള സുപ്രീം കോടതിയുടെ വിധിയൊക്കെ മഹത്തായ വിധികളുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, സെക്കുലറിസം സോഷ്യലിസം എടുത്തു മാറ്റണം എന്നുള്ള കാര്യം തള്ളിക്കളഞ്ഞ പോലുള്ള വളരെ ഗംഭീരമായിട്ടുള്ള അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രചോദനാത്മകമാണെങ്കിലും ഇതേപോലെ പ്രക്രിയകൾ വിദേശ സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഇതേ കോടതികളും നീതിപീഠത്തിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഈ വൈരുദ്ധ്യം സൃഷ്ടിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ രീതിയിൽ നമ്മുടെ ഹിന്ദുത്വ രാഷ്ട്രീയമാണെങ്കിൽ ഇതൊക്കെ തന്നെ ഒരു തേർവാഴ്ചയിൽ ഇവർ അടിപ്പെട്ടു എന്നുള്ളതാണ്. അത്തരം ജഡ്ജിമാർ വരുന്നു. ഇനി തുടർന്ന കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ ജഡ്ജിമാർ അപ്പോയിൻമെൻറ്റ് രാഷ്ട്രീയ സ്വാധീനം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ജഡ്ജിമാരും ഇതുപോലെ തന്നെ സ്വാധീനത്തിന് അടിസ്ഥാനത്തിൽ വരുന്നവരാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത? ആ നിലയിൽ നമ്മൾ ആ നാസിഫിക്കേഷൻ എന്നുള്ള ഒരു പ്രക്രിയ പൂർത്തീകരിക്കുന്നതിലെത്തും. കാര്യം എല്ലാ മേഖലയിലും തന്നെ ഒരു തരത്തിലും മൈനോറിറ്റീസിനോ മുസ്ലിങ്ങൾക്കോ ന്യൂനപക്ഷങ്ങൾക്കോ മറ്റു വിഭാഗങ്ങൾക്കോ ഒരു പ്രത്യാശ നൽകുന്ന വിധത്തിൽ ഒന്നുമില്ലാത്ത ആ പ്രതീക്ഷ നഷ്ടപ്പെടുക എന്നുള്ളത് രാജ്യത്തിൻ്റെ റിപ്പബ്ലിക്കിൻ്റെ അടിസ്ഥാന അന്തസ്സം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു രാഷ്ട്രീയക്കാരൻ നടന്ന പ്രസ്താവനയല്ല, അല്ലെങ്കിൽ ഒരു VHPയുടെ നേതാവോ ഒരു BJP RS നേതാവോ നടന്ന പ്രസ്താവന പോലെയല്ല. അത് തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ആ പ്രസ്താവനേക്കാൾ ഉപരിയായിട്ട് ഈ നീതി നടപ്പാക്കാൻ നീതി പീഠത്തിലിരുന്ന് നീതി നടപ്പാക്കാനും അതിന് വിധികൾ ഉത്തരവ് നൽകാനും ബാധ്യതയുള്ള ഒരു ജഡ്ജി തന്നെ ഇങ്ങനെ വന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു നിസ്സാര പ്രശ്നമല്ല, അത് വല്ലാതെ പ്രത്യേകത സൃഷ്ടിക്കുന്നതാണ്. പക്ഷേ അതിനെ ഒരുപക്ഷെ നമുക്ക് മനസ്സിലായി സുപ്രീം കോടതിയെ പരിഗണിക്കുന്നു. പക്ഷേ ആ ഗൗരവത്തോടെ പരിഗണിക്കുക എന്നുള്ള കാര്യം നമ്മൾ അങ്ങനെ പരിഗണിക്കുമോ എന്നുള്ളൊരു സംശയവും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം സമാനമായ പല പരാമർശങ്ങളും മുൻപ് കീഴ്ക്കോടതി ജഡ്ജിമാരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അത്ര ഗൗരവത്തിൽ സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളത് സംശയമുള്ള കാര്യമാണ്. ഇപ്പോൾ പോലും സുപ്രീം കോടതി എന്താണ് റിപ്പോർട്ട്, അലഹബാദ് ഹൈക്കോടതിയോട് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു, അതിൽ 2 ജഡ്ജിമാർ പങ്കെടുത്തു, അങ്ങനെ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചായിരുന്നു, സെമിനാറായിരുന്നു, അതിൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ളൊരു റുട്ടീൻ റിപ്പോർട്ടായിരിക്കും ഒരുപക്ഷെ ഇങ്ങോട്ട് വരിക. എന്താ പറയുക, ഈ പ്രസംഗത്തിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ ഉദ്ദേശ്യം ഒരുപക്ഷെ അല്ലെങ്കിൽ ഏത് വിധത്തിലാണ് ഇത് വെറുപ്പുൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളൊരു കൺസേണിലൂടെ ഒരുപക്ഷെ കോടതി ഇത് കണ്ടുകൊള്ളുന്നില്ല. കോടതിയെ സംബന്ധിച്ച് ഇത് വളരെ ടെക്നിക്കലായിട്ടുള്ളൊരു കാര്യമായിട്ട് ചിലപ്പോൾ വന്നേക്കാം. തികച്ചും സാങ്കേതികമായിട്ട് പരിഗണിക്കാനുള്ള സാധനം. പക്ഷേ സാങ്കേതിക അപ്പുറം ഇത് ഇന്ത്യയുടെ ഭരണഘടനയെ സംബന്ധിച്ചോളം ഭരണഘടനയിൽ സെക്യുലറിസം സോഷ്യലിസം സ്ഥായിയായ ഒന്നാണെന്ന് പ്രഖ്യാപിച്ച സുപ്രീം കോടതി ഇങ്ങനെയല്ല സമയം. കാര്യം ആ സങ്കല്പത്തിന് വിരുദ്ധമായിട്ടാണ് ഒരു ജഡ്ജി അത് നീതിപീഠത്തിൽ ഇരുന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടി കോടതിക്ക് വളപ്പിനകത്ത് VHPയുടെ പരിപാടിയിൽ നടന്ന പ്രസ്താവനയാണ്.
ആ നിലയിൽ യൂണിഫോം സിവിൽ വരാൻ പോകുന്ന ഒരു നടപ്പാക്കാൻ പോകുമെന്ന് പറയുന്ന നിയമത്തെക്കുറിച്ച് പരാമർശത്തിൻ്റെ അടിസ്ഥാനം കൂടിയാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ഗൗരവമായി കാണേണ്ടതുണ്ട്. പക്ഷേ അത് ഇത് മാത്രമല്ല എനിക്ക് തോന്നുന്നു, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ സുപ്രീം കോടതി ഹിസ്റ്ററി നമ്മൾ വിമർശനാത്മകം നോക്കുകയാണെങ്കിൽ അയോധ്യ വിധി മാത്രമല്ല, വളരെ പ്രഖ്യാതരായ വിഖ്യാതരായിട്ടുള്ള ജസ്റ്റിസ് ജയസ്വർമ്മയുടെ കാലത്താണ് ഹിന്ദു നാഷണൽ സെൻറ്റിമെൻ്റ് ആണെന്ന് വിധി പ്രഖ്യാപിച്ചത്. ഹിന്ദു നാഷണൽ സെൻറ്റിമെൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ആ നില അന്ന് BJP അധികാരത്തില്ല. അപ്പോൾ ഇത്തരം പ്രവണതകൾ നമ്മുടെ പുതിയതല്ല, അത്തരം പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പ്രവണതകളൊക്കെ ചെറുക്കാനൊക്കെ തന്നെ സംവിധാനത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആ നിലയിൽ നിന്ന് മാറി കാര്യം ഭരണാധികാരം ഇരിക്കുന്നു. ഭരണാധികാരത്തിൻ്റെ പേരിൽ UP-യിലൊക്കെ വളരെ ശക്തമായ ഭരണാധികാരം ഇരിക്കുന്നു. ആ ഭരണാധികാരത്തിൻ്റെ ഭാഗമായിട്ട് ജഡ്ജിമാരെ നിയോഗിക്കാനുള്ള അവർക്ക് അവസരം ലഭിക്കുന്നു. അത് ഏത് നിലയ്ക്കായിരിക്കുന്ന ഭരണഘടന അട്ടിമറിക്കാൻ, ഭരണഘടന നിലനിൽക്കെ തന്നെ ഭരണഘടന അട്ടിമറിക്കാൻ പറ്റുന്നത്. അപ്പോൾ വാസ്തവത്തിൽ സോഷ്യലിസം സെക്യുലറിസം എന്നൊക്കെ ഭരണഘടനയിൽ ഉണ്ടാവുകയും പ്രയോഗത്തിൽ ഇതുപോലുള്ള പ്രയോഗതലത്തിൽ സംഭവിക്കുന്ന മറ്റൊന്നായി മാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞത് രാജ്യത്ത് റിപ്പബ്ലിക്കിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇത് പറയുമ്പോഴേ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ ഇന്ത്യൻ ഭരണഘടന അത് ഇന്ത്യക്കാർക്ക് മാത്രം അറിവുള്ളൊരു കാര്യമല്ലോ, രാജ്യത്തിന് പുറത്തും ആളുകൾക്കറിയാം ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്ന യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആയിട്ടുള്ള രാജ്യത്തെ വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിനെ വ്യാഖ്യാനിക്കുകയും ഇത് നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ ഈ ഇന്ത്യൻ ന്യായ സംവിധാനത്തിൻ്റെ, പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം ഭരണഘടനയുടെ വ്യവസ്ഥകൾക്ക് അനുസരിച്ചാണോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണല്ലോ ഇവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അപ്പോൾ അതിനു വേണ്ടി ചുമതലപ്പെടുന്ന ഒരു സ്ഥാപനം, അതിലേക്ക് നിയോഗിക്കപ്പെടുന്ന ആളുകൾ, അവരുടെ പ്രവർത്തനങ്ങളെ ഇന്ത്യൻ സമൂഹം മാത്രമല്ല ഒരുപക്ഷെ നോക്കിക്കാണും. ലോകത്ത് മുഴുവൻ ഉള്ള ആളുകൾ, നിയമജ്ഞരായിട്ടുള്ള ആളുകൾ, ബുദ്ധിജീവികൾ, രാഷ്ട്രത്തലവന്മാർ, അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ ശ്രേണികളിലുള്ള ആളുകൾ ഇത് നോക്കിക്കാണുന്നുണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഡിവിസീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ, അതും ജുഡീഷ്യറിക്കുള്ളിൽ നടക്കുമ്പോൾ, അത് ഇല്ലാതാക്കാൻ പാകത്തിൽ നടപടിയെടുക്കുന്നു എന്ന് ലോകത്തോട് പറയേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ നമ്മുടെ പരമോന്നത കോടതിക്കുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം. കാര്യം പൊതുവിൽ അങ്ങനെ ഒരു വിമർശനം ആഗോളതലത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെ എന്തൊക്കെ തന്നെ മറച്ചു പിടിച്ചാലും, അതിനെ ഏതൊക്കെ തരത്തിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലും, സോറോസിൻ്റെ പുറത്ത് ആരുടെ പുറത്ത് കുറ്റം ചാർത്തിയാലും എന്ന് ആ ഒരു വിമർശനം നിലനിൽക്കുന്നുണ്ട്. കാര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തരത്തിലുള്ള ഒരു ഡിവിസീവായിട്ടുള്ള വിഭാഗീയമായ രാഷ്ട്രീയം നിലനിൽക്കുന്നു, അത് ഇന്ത്യയിലെ തന്നെ ന്യൂനപക്ഷങ്ങളെ ബാധിക്കും തുടങ്ങിയ വിമർശനം അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതാരും ഉണ്ടാക്കിയതല്ല. ഇന്ത്യക്കകത്ത് തന്നെ ഉയർന്ന വിമർശനങ്ങളുടെ ഭാഗമായിട്ട്, ഇന്ത്യയിലെ പ്രതിപക്ഷം ഉയർത്തിയ വിമർശനങ്ങളുടെ ഭാഗമായിട്ട് ഇന്ത്യ സമൂഹത്തിൽ മാധ്യമങ്ങൾ ശരിയായ വിധത്തിൽ ഉയർത്തിയ വിധത്തിൽ ആണ് ഈ ചർച്ച നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വിമർശനം നിലനിൽക്കുന്നുണ്ട്. ആ വിമർശനം നിലനിൽക്കുന്ന സമയത്താണ് ഇത്തരം പ്രസ്താവന. അത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പ്രശ്നം തന്നെയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ഇമേജ്, ഇന്ത്യക്കുണ്ടായ സെക്യുലർ ഇമേജ്, ഇന്ത്യയുടെ ജനാധിപത്യത്തെക്കുറിച്ചുള്ളൊരു വളരെ പോസിറ്റീവായി, പ്രത്യേകിച്ച് തെക്കേഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ഇമേജിനെ കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ചും സെക്യുലറിസത്തെയും ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്ന ഒരു രാജ്യം നിലയ്ക്ക് ഇമേജിനൊക്കെ വല്ലാതെ രീതിയിൽ ബാധിക്കുന്നുണ്ട്. കാര്യം കോടതി, ഇങ്ങനെ ഒരു ഉന്നത കോടതി ഈ നിലയിൽ ഇത്തരത്തിൽ ജഡ്ജി അവിടെ ഇത്ര അഭിപ്രായം പറയുന്നത് വലിയ പ്രത്യേകത സൃഷ്ടിക്കുന്ന തന്നെയാണ്. ഒരു ശതമാനം നോക്കിയാൽ ജസ്റ്റിസ് ചന്ദ്രചൂഡിന് എതിരെ വിമർശനം ഉണ്ടായത് ഈ പശ്ചാത്തലത്തിലാണ്. വളരെ പണ്ഡിതനായ ജഡ്ജിയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഒരുപാട് പ്രകീർത്തിക്കാൻ ഒരുപാട്, പക്ഷേ ഇത്തരം അലംഭാവങ്ങളാണ് വിമർശന വിധേയത്. അപ്പോൾ ആ അലംഭാവത്തിനപ്പുറം അതൊരു അലംഭാവമാണ് കാണുക. ഇതല്ല, ഇതൊരു അസേഷനായി മാറി, ഒരു ഹിന്ദുത്വ അസേഷൻ ജഡ്ജി നടത്തുകയാണ്. ഈ പ്രവണത മറ്റു ജനങ്ങൾ ഇവിടെ നിൽക്കണമെന്നില്ല, ഇത് ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാം. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഇത് പരസ്യമായിട്ടാണ്, ഒരു യോഗത്തിലാണ് ഇത് പ്രസംഗിക്കുന്നത്. ഒരു പബ്ലിക് ഫങ്ഷനിൽ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഇവരൊരു പക്ഷേ പബ്ലിക് അല്ലാതെ അവരുടെ ഒഫീഷ്യൽ സ്ട്രീമുകളിലൊക്കെ ഈ അജണ്ടയ്ക്കനുസരിച്ചുള്ള സന്ദേശങ്ങൾ താഴേക്ക് കൊടുക്കുന്നുണ്ടാവില്ലേ? അതിൻ്റെ ഭാഗമായിട്ടാവില്ലേ ഇപ്പോൾ സമ്പൽ പോലെയുള്ള ഹർജികൾ വരുമ്പോൾ അത് ഇമ്മീഡിയറ്റായിട്ട് പരിഗണിച്ച് പെട്ടെന്ന് സർവേക്ക് ഉത്തരവിട്ട് കാര്യങ്ങൾ തീർപ്പാക്കി പോകുന്നത് ഒരു പക്ഷേ പാരലലി നമ്മളറിയാതെ പൊതുജനങ്ങൾക്ക് മുമ്പിലില്ലാതെ ഇത്തരം സന്ദേശങ്ങളൊക്കെ പ്രവഹിക്കുന്നുണ്ടായിരിക്കില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ സന്ദേഹപ്പെടാവുന്ന കാര്യങ്ങളാണ് ഉള്ളത്. കാരണം രാഷ്ട്രീയക്കാരനല്ലോ, ഉത്തരവാദിത്തപ്പെട്ട ജഡ്ജിയാണ്. ഉത്തരവ് പുറപ്പെടുകയും ആ ഉത്തരവിൻ്റെ പുറത്ത് പല കാര്യങ്ങളും നടപ്പാക്കപ്പെടേണ്ടതാണ്. കാര്യം ഒരു പള്ളി, അത് അവിടെ സർവേ നടത്താൻ ഉത്തരവ് നൽകിയ ജഡ്ജി ഉത്തരവ് നടത്തേണ്ടി വരും. അപ്പോൾ അവിടേക്ക് ഹരിജയിൽ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള, അതിനെ ഹർജിയായിട്ട് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള ഈ സന്ദേഹത്തിൽ അവർ പോകുന്നത്. ആ സന്ദേഹം ഒഴിവാക്കാനും മുൻവിധി ഇല്ലാതിരിക്കാനും വേണ്ടിയാണ് ഇവർ സ്വതന്ത്രമായി പെരുമാറേണ്ടത്. പക്ഷേ അത് നഷ്ടപ്പെടുന്ന വിധത്തിലാണ്. ഇത് സുപ്രീം കോടതി ഇമേജിനെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ലോയേഴ്സ് എല്ലാം പ്രൊട്ടസ്റ്റ് ചെയ്തതിനെതിരെ അവർ പ്രൊട്ടസ്റ്റ് ഉയർത്തിയതും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രൊട്ടസ്റ്റ് ഉയർത്തിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവ് എന്നാണ് പറഞ്ഞത്, VHP നേതാവ് വന്നിട്ട് ഇത് പ്രസ്താവിക്കുന്നത് അത് തന്നെ തെറ്റാണ്. പക്ഷേ അതൊരു വിദ്വേഷ പ്രസംഗത്തിൻ്റെ ഭാഗം മനസ്സിലാക്കാൻ തെറ്റാണ്, ശരിയുമല്ല. പക്ഷേ ഒരു ജഡ്ജി തന്നെ വിദ്വേഷ സ്വഭാവം, അപ്പോൾ ഇതിന് ഹെയ്റ്റ് സ്പീച്ചിന് എന്ത് പ്രസക്തിയുള്ളത്?
അപ്പോൾ നമ്മൾ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന ഹേറ്റ് സ്പീച്ചായി മാറുന്നൊരു സ്പീച്ച് സംബന്ധിച്ചുള്ള കേസുകൾ എങ്ങനെയാണ് ഈ അതെ കോടതി കൈകാര്യം അതെ ചെയ്യുക? ആ ഹേറ്റ് സ്പീച്ച് ഒരു തരത്തിൽ ഹേറ്റ് സ്പീച്ചിൻ്റെ പരിധി തന്നെ വരുന്നതാണ്. കാര്യം ഹേറ്റ് സ്പീച്ച് കാര്യം ആരെയും കൊല്ലാനൊന്നും ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൂടി ഇത് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനം പ്രവർത്തിക്കുന്ന രാജ്യമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു വിദ്വേഷ എലമെൻ്റ് അകത്തുണ്ട്, ഒരു വംശീയ സ്വഭാവമുണ്ട്. അത് നിങ്ങൾക്ക് എത്ര കണ്ടില്ല എന്ന് പറഞ്ഞാൽ കാണാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ ഇതൊക്കെ തന്നെ അടിപതറുകയാണ് ചെയ്യുന്നത്. ഈ മറ്റൊരു കാര്യം കൂടി നോക്കുകയാണെങ്കിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രധാനമന്ത്രി പ്രകീർത്തി ജഡ്ജിമാരുണ്ട്. ഇദ്ദേഹം പ്രകീർത്തിച്ചു എന്നാണ് ഞാൻ വായിച്ചിരുന്നത്. എവിടെ പ്രകീർത്തിച്ചിട്ടുണ്ട്? ജഡ്ജിമാർ ഉത്തരവാദിത്തമല്ല പ്രധാനമന്ത്രി പ്രകീർത്തിക്കുക എന്നുള്ളത്. അതിന് അവരൊക്കെ ആവശ്യവുമില്ല, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ മുമ്പും സുപ്രീം കോടതി ഒരു ജഡ്ജി ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭയങ്കര ജീനിയസാണെന്ന് മറ്റിൽ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറയുന്നവരുണ്ട്. അദ്ദേഹത്തിന് വ്യക്തിയുടെ അഭിപ്രായം സൂക്ഷിക്കാം, പക്ഷേ ആ ഊരി വെച്ചതിന് ശേഷം സ്വതന്ത്രമായ ജീവിതത്തിൽ അദ്ദേഹത്തിന് അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിൽ നമുക്കൊന്നും പറയാൻ പറ്റും. പക്ഷേ അവിടെ ഇരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രജുഡിസ് സൃഷ്ടിക്കും. അത് ഇവർ നോക്കാൻ ബാധ്യതപ്പെട്ടിട്ടുണ്ട്. കാര്യം സ്വതന്ത്ര നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ജുഡീഷ്യറി തന്നെയാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അടിസ്ഥാനപ്പെട്ട് സ്വന്തം അതിനെ കോംപ്രമൈസ് ചെയ്യാണ്. അപ്പോൾ ആ ബേസിക് ഡോക്ടർ എന്ന് വിളിക്കുന്ന സങ്കല്പത്തിന് എതിരെ പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും ജഡ്ജിമാരിൽ തന്നെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും? അത് രാജ്യത്തെ ബാധിക്കുന്ന കാര്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷനെയും രാജ്യത്തിനെ സ്ഥിരീകരിക്കുന്ന വിധത്തിലേക്ക് ആ പ്രവണത ഉയരാം. ഒരു സമൂഹത്തിൽ അതിലെ ന്യൂനപക്ഷ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടില്ല, അത് ശിഥിലീകരണത്തിലേക്ക് നയിക്കും സ്വാഭാവികമായിട്ടും. അതില്ലാതിരിക്കുന്ന ജനാധിപത്യ ശക്തി കൊണ്ടാണ് ആ ശിഥിലീകരണം ഇപ്പോൾ സംഭവിക്കാതിരിക്കുന്നത്. പക്ഷേ അതിനെ ബാധിക്കുന്ന വിധത്തിൽ പ്രസ്ഥാനം നടത്താതിരിക്കുന്ന ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്, പ്രത്യേകിച്ച് ജഡ്ജിമാർക്ക്. റൈറ്റ്. ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പോൾ സുപ്രീം കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ജഡ്ജി നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് മാത്രമായിരിക്കുമല്ലോ, എങ്ങനെ ഈ പരിപാടി അവിടെ സംഘടിപ്പിച്ചു, ആരായിരുന്നു ഇതിൻ്റെ സംഘാടകർ, എങ്ങനെയാണ് വിശ്വയുദ്ധ പരിഷത്ത് പോലെ ഒരു സംഘടനയ്ക്ക് കോടതി വളപ്പിനുള്ളിൽ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിയുക, എങ്ങനെയാണ് VHP പോലൊരു ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ രണ്ട് ജഡ്ജിമാർ പങ്കെടുക്കുക, അങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് മറുപടി വേണ്ടേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കോടതി ഒരു ക്ലാരിറ്റി വരുത്തണ്ടേ? ഇത്തരം സംഘടനകൾ ഈ ജുഡീഷ്യറി മാത്രമല്ല, ഒരു സർക്കാർ സംവിധാനത്തിൽ പോലും ഇത്തരം സംഘടനകൾക്ക് പരിപാടി സംഘടിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് വേണ്ടേ സുപ്രീം കോടതി? നമ്മൾ മനസ്സിലാക്കുന്ന അങ്ങനെ തന്നെയാണല്ലോ. കാര്യം ജഡ്ജിമാർക്ക് ഒരു പക്ഷേ പത്രസമ്മേളനം നടത്താൻ പറ്റാത്തതിൻ്റെ കാര്യം അവർക്ക് ഈ ജഡ്ജിമാരെ വിമർശനം ഉന്നയിക്കാം, പക്ഷേ അതിനൊരു മറുപടി പറയാൻ പറ്റില്ല. കാര്യം അവരെ സംബന്ധിച്ച് ഇന്നൊക്കെ മാറി നിൽക്കുക എന്നുള്ളതാണ് സങ്കല്പം. ആ സങ്കല്പം ഇന്ത്യൻ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യ സങ്കല്പമായി ബന്ധപ്പെട്ടാണ്, ഓട്ടോണമിയുമായി ബന്ധപ്പെട്ടാണ് സങ്കല്പം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ സംഘടന BHP അല്ല, സംഘടനകളുടെ സമ്മേളനങ്ങളും പങ്കെടുക്കാത്ത ജഡ്ജി തന്നെയാണ്. കാര്യം ആ സ്വാതന്ത്ര്യം നിലനിർത്താൻ ബാധ്യത. ഇവിടെ അതല്ല, ഇതൊരു VHP സംഘടനയെക്കുറിച്ച് എല്ലാവർക്കും ഹിന്ദുത്വ സംഘടനയാണ്, അവർക്ക് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ ഒരു അതിനുവേണ്ടി ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ആ സംഘടനയുടെ ഒരു മീറ്റിങ്ങിൽ വന്ന് ഹിന്ദുത്വ രാഷ്ട്രീയം തന്നെ പറയുക, മറ്റൊന്നല്ല പറയുന്നത്. ആ യൂണിഫോം സിവിൽ കോഡിൻ്റെ സ്വഭാവം എന്താണ് ഒരു സ്ഥിരീകരിക്കുന്നത് സംസാരിക്കുക, അതൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നം സ്വാഭാവികമായിട്ടും ജുഡീഷ്യറി തന്നെ ബാധിക്കുന്ന കാര്യമാണ്. ഇത് ശരിയായ നടപടിയാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാര്യം സെക്യുലറിസ്റ്റിൻ്റെ അടിസ്ഥാനം ശരിയായ നടപടിയല്ല. പക്ഷേ ഇത് സാങ്കേതികമായിട്ട് പരിഗണിച്ചുകൊണ്ട് ഇതിനെ നിസ്സാരവൽക്കരിക്കുന്നതല്ല. സാങ്കേതികത്തിനപ്പുറം ഇത് ജുഡീഷ്യറിയുടെ തന്നെ ഇമേജിനെയും പ്രതിച്ഛായയും റിപ്പബ്ലിക്കിൻ്റെ പ്രതിച്ഛായയും റിപ്പബ്ലിക്കിൻ്റെ നിലനിൽപ്പിനെ ബന്ധപ്പെട്ട കാര്യമൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. കാര്യം ഇത് തുടർച്ചയുണ്ടാവാം. ഉദാഹരണത്തിന് രാജീവ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നാഷണൽ സെക്യൂരിറ്റി, ദേശീയ സുരക്ഷ കൊണ്ട് സീൽഡ് കവറിൽ കൊണ്ടു കൊടുക്കുക എന്നുള്ളത് അതിനകത്ത് ആർക്കില്ല. പക്ഷേ ദേശീയ സുരക്ഷയാണെന്ന് പേര് സീൽഡ് കവറിൽ കൊണ്ടു കൊടുക്കുകയും അതിൻ്റെ പുറത്ത് പ്രസ്താവനയും അത് തന്നെ സുപ്രീം കോടതി തിരുത്തിയിട്ടുള്ളതാണ്. മീഡിയ വണ്ട കേസ് തിരുത്തപ്പെട്ടതാണ്, സുപ്രീം കോടതി തിരുത്തിയൊരു ഇതാണ്. കാര്യം ജസ്റ്റിസ് DY ചന്ദ്രയോട് തന്നെ തിരുത്തിയാണ്. കാര്യം സീൽഡ് കവർ വഴി ചർച്ച ചെയ്യുന്നു. കാര്യം നാഷണൽ സെക്യൂരിറ്റി സീൽഡ് കവറിലേക്ക് അതിൻ്റെ അകത്ത് ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഏതൊക്കെ തരത്തിൽ പ്രശ്നം സൃഷ്ടിക്കാം. അപ്പോൾ ഇത് പല സ്ഥലത്തേക്കും വ്യാപിക്കാം. ഇത് ഉത്തർപ്രദേശിൽ മാത്രം നിൽക്കുന്നതായിരിക്കില്ല, അത് മധ്യപ്രദേശിലേക്കും മറ്റു പല തരത്തിൽ ജുഡീഷ്യറിയിലേക്കും വ്യാപിക്കുകയും ഇങ്ങനെ പ്രസ്താവന ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതെന്തായിരിക്കും? ജുഡീഷ്യറി മാത്രമല്ല, പൊതുസമൂഹത്തെ എങ്ങനെ ബാധിക്കും, രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കും, സമൂഹത്തെ എങ്ങനെ ബാധിക്കും? അത് വലിയ ഗുരുതരം. അതുകൊണ്ട് സുപ്രീം കോടതി സാങ്കേതികത്തിനപ്പുറം ഈ പ്രശ്നം ഗൗരവമായി കാണുന്നുള്ളതാണ്. ഒരുപക്ഷെ പൊതുസമൂഹവും ഇവിടുത്തെ ഒരു പ്രബുദ്ധമായ സമൂഹം, അഭിഭാഷകരൊക്കെ തന്നെ, വളരെ പ്രബുദ്ധരായ അഭിഭാഷകരൊക്കെ തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന് പരിഗണിക്കുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്ന കാര്യം. ഭരണഘടനയിൽ വിശ്വസിക്കുന്നത്, പ്രത്യേകിച്ച് ഈ സെക്യുലറിസം സോഷ്യലിസം സ്ഥായിയായ ഒരു സങ്കല്പമാണെന്ന് പ്രഖ്യാപിച്ച സുപ്രീം കോടതിയുടെ സാങ്കേതികത്തിനപ്പുറം ഈ വിഷയം കാണുന്നത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. റൈറ്റ്. ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നത് കൂടിയാണ് ഒരുപക്ഷെ അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജി നടത്തിയ പരാമർശങ്ങൾ. അലഹബാദ് കോടതി വളപ്പിൽ VHPക്ക് പരിപാടി സംഘടിപ്പിക്കാൻ അനുമതി നൽകുന്നത് തന്നെ ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വരും. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥാണ് മുഖ്യമന്ത്രി, BJP ആണ് ഭരണത്തിൽ. അതുകൊണ്ട് എന്തും നടക്കും എന്നുള്ളൊരു തോന്നൽ കൂടി സൃഷ്ടിക്കപ്പെടുകയാണ്. സംഭൽ പോലെ, നേരത്തെ ഗ്യാൻവാപി പോലെയുള്ള മസ്ജിദുകളിൽ അവകാശവാദം ഉന്നയിച്ച് ഹർജികൾ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ സർവേക്ക് ഉത്തരവുകൾ ഉണ്ടാകുന്നത് അതുകൂടി ചോദ്യം ചെയ്യുന്നതാണ് ഒരുപക്ഷെ ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിൻ്റെ വാക്കുകൾ.
അതിൽ വ്യക്തത വരുത്തേണ്ടത് നിഷ്പക്ഷമായി സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതാണ് ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് പരമോന്നത കോടതിക്ക്. അത് അവർ നിർവഹിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. വളരെയധികം നന്ദി ഇൻസൈറ്റിൽ പങ്കെടുത്തതിന്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.